എൻഗേജ്മെൻറ്റ് ഡേയിൽ എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കമൻസ് കിട്ടിയത് എൻ്റെ ഒരു ഔട്ട്ഫിറ്റിനെ പറ്റിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കിട്ടുന്നൊരു കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ അങ്ങോട്ട് ഇട്ടാലോ. ഇതൊക്കെ ഞാൻ അന്നെടുത്ത് വെച്ച കുഞ്ഞു ഷോർട്ട് ക്ലിപ്സ് ആണ്. അപ്പോൾ എല്ലാം കൂടെ ആടാക്കിയിട്ട് ഒരു വീഡിയോ അങ്ങോട്ട് ചെയ്യാമായിരുന്നു. ആദ്യം കയറി കടയുന്നത് ഈ ഒരു റെഡ് ഡ്രസ്സാട്ടോ നമ്മൾ എടുത്തത്. പക്ഷേ ഇത് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല, വർക്കും കാര്യങ്ങളൊന്നും ഇഷ്ടമില്ല. രണ്ടാമത് നോക്കി ഈ ഒരു ഡ്രസ്സാണെങ്കിൽ ഇട്ട് നോക്കുമ്പോൾ ഫേസ് നല്ലപോലെ ഡള്ളാവുന്നുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ പക്ക ഫ്ലോപ്പായിരുന്നു. നമ്മുടെ ചോദിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് എടുത്ത് തരാനോ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുത്ത് കാണിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. അങ്ങനെ രണ്ടാമത് നമ്മൾ കയറിയത് ഫാമിലി വെഡ്ഡിങ് സെൻറ്റർ കേട്ടോ. എൻ്റെ അനിയന്മാരാണെങ്കിൽ ഒരു സോഫ ഉണ്ട്, അവിടെ പോയി ഫോണിൽ തൊണ്ടി അങ്ങോട്ട് ഇരിക്കും. പിന്നെ ഇവിടുത്തെ കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ അടിപൊളി കസ്റ്റമർ സർവീസാണ്. നമ്മളെ കൂടെ എത്ര നേരം വേണമെങ്കിലും അവർ സ്പെൻഡ് ചെയ്ത് നിൽക്കും, എന്ത് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്ത് തരും. അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു റെഡ് ഡ്രസ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മെറ്റീരിയലും വർക്കും നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ അതങ്ങോട്ട് ഫിക്സ് ചെയ്തു. പിന്നെ നേരെ ബില്ലും പേ ചെയ്ത് കണ്ട് നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങി. നെക്സ്റ്റ് പോയത് അനുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഓനൊരു ഷോപ്പ് കണ്ടുവച്ചിട്ടുണ്ട്, ഓക്സ്പോ. ഓൻ കൂടുതൽ അവിടെ തന്നെയാണ് ഷോപ്പ് ചെയ്യൽ. ഓനോൻ്റെ ഇൻസ്റ്റാ പേജിൽ നോക്കി കണ്ടോ ഷർട്ടൊക്കെ സെലക്ട് ചെയ്ത് വെക്കുക. പക്ഷേ ഓൻ വിചാരിച്ചൊരു കളർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു. പിന്നെ ഈ ഒരു യെല്ലോ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അതങ്ങോട്ട് എടുത്തു കേട്ടോ, ആ കളർ ഷർട്ട് അങ്ങോട്ട് എടുത്തു. പിന്നെ അവിടെ കണ്ട കുറച്ച് കണ്ണാടിയൊക്കെ വെച്ച് ഞാനും നീച്ചൊക്കെ കുറച്ച് ഷോക്ക് ഇറക്കി. പിന്നെ ഈ ഒരു മിറർ കണ്ട നമുക്ക് മിറർ പിക്ക് എടുക്കണം, വീഡിയോസ് എടുക്കണം. അപ്പോൾ അതും അങ്ങോട്ട് എടുത്തു. അങ്ങനെ അവിടുത്തെ ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ നേരെ ചെരുപ്പ് എടുക്കാൻ പോയിട്ട് എനിക്കാണെങ്കിൽ നല്ല ഹീൽ വേണം നിർബന്ധമായിരുന്നു. അപ്പോൾ ഈ ഒരു ഹീലാണ് ഞാൻ എടുത്തത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ പ്ലാനറ്റിൽ പോയി. കുറച്ച് അക്സസറീസ് കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. പ്ലാനറ്റിലാണെങ്കിൽ ഇഷ്ടംപോലെ കളക്ഷനും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ എടുക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. പിന്നെ എൻ്റെ അനിയന്മാർ പറയുന്ന പോലെ നെറ്റിപ്പട്ടം. അപ്പം നെറ്റിപ്പട്ടം ഞാൻ കുഞ്ഞു നെറ്റിപ്പട്ടാണ് എടുത്തത്. കാരണം എൻ്റെ ഇത് കുഞ്ഞു മുഖമാണ്. അപ്പോൾ അതൊക്കെ വലിയ നെറ്റിപ്പട്ടം ഇട്ടിട്ട് ഒരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ കുഞ്ഞു നെറ്റിപ്പട്ടം കൊണ്ടെടുത്തു. പിന്നെ കുറേ ബാംഗിൾസും ഇഷ്ടംപോലെ കളക്ഷൻ ഉണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും യൂസ് ആക്കാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയില്ല. അപ്പോൾ എനിക്ക് കൂടുതലും ഈ റോസ് ഗോൾഡിൻ്റെ മിനിമലായിട്ടുള്ള ജ്വല്ലേഴ്സാണ് ഇഷ്ടം. ഞാൻ അതൊക്കെയാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ നേരെ ചില്ലീസ് റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയി. ഷോപ്പിങ്ങിൽ കാണിക്കാത്ത എല്ലാ ആവേശവും എൻ്റെ അനിയന്മാരും എല്ലാവരും ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ കാട്ടി. അങ്ങനെ വരാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ഇനിമോള് ഫുഡൊക്കെ വാരി കൊടുക്കുന്നു. അങ്ങനെ നമ്മൾ നല്ല ഫുഡായിരുന്നു, നമുക്ക് നല്ല ഇഷ്ടമായി. അങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ആ ക്ഷീണമൊക്കെ നമ്മൾ ഫുഡ് കഴിച്ച് അവിടെ അങ്ങോട്ട് തീർത്തു. മോനുവിൻ്റെ ഫുഡ് വ്ളോഗിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് നിജുവിൻ്റെ ഈ അഭ്യാസ പ്രകടനങ്ങളൊക്കെ ഉണ്ട്. ഫുഡ് കഴിച്ച് അവനങ്ങോട്ട് അർമാദിക്കുകയാണ്. അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് ഷോപ്പിംഗ് അങ്ങോട്ട് ക്ലോസ് ചെയ്തു.